രോഹിണി, നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലെന്നും ഉർമിളയ്ക്ക് വേണ്ടി മാത്രമാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്നും ഇന്നലെ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. രോഹിണിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും എനിക്ക് രോഹിണി ഇഷ്ടമായിപ്പോയി. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്, സത്യം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതുവരെ എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ച് ഇനി തോന്നിക്കൂടാന്നില്ലല്ലോ. രോഹിണിക്കല്ല, ആർക്കും എന്നെ ഇഷ്ടാവും. ഞാനൊരു പാവമല്ലേ രോഹിണി? നമുക്ക് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ രോഹിണി. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. ഐ എം സോറി. നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ എനിക്കൊരിക്കലും കഴിയില്ല. നിങ്ങളെന്നല്ല, ലോകത്തിൽ ഒരു പുരുഷനെയും. അതൊക്കെ രോഹിണിയുടെ തോന്നല. പെണ്ണായി പിറന്നാൽ ആണിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. മുതലാളി, ഞങ്ങൾ പൊയ്ക്കോട്ടെ? ശരി ശരി, പോയി സാവകാശമായിട്ട് ഉത്സവമൊക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറി നാളെ വന്നാൽ മതി. ശരി. വരട്ടെ. സംഭവം ക്ലീൻ. ഈ വലിയ വീട്ടിൽ ഞാനും രോഹിണിയും മാത്രം. വല്ലതും കഴിക്കണമെങ്കിൽ തന്നെ അടുക്കള കയറണം. കയറട്ടെ. സരോജിനി, 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 ഈ സർവൻസ് ഒക്കെ എവിടെ പോയി? അവരൊക്കെ പോയല്ലോ. പോവുകയോ? എവിടേക്ക്? ഏതോ അമ്പലത്തിൽ ഉത്സവമാണെന്നോ പോയിട്ട് നാളെ വരാമെന്നോ ഒക്കെ പറയുന്ന കേട്ടു. പാവങ്ങളല്ലേ, ഞാൻ പൊക്കോളാൻ പറ്റും. അവരെങ്ങനെ പോയാൽ പിന്നെ ഇവിടുത്തെ പണിക്കാരാ? വലിയ വലിയ വീടുകളല്ലേ രോഹിണി, സർവൻസ് ഒക്കെ ഉണ്ടാവും. അല്ലാത്തടത്തൊക്കെ എങ്ങനെയാ? വീട്ടുകാർ തന്നെ അടുക്കള കയറും. തൽക്കാലം ഒരു ദിവസത്തേക്ക് ഇതൊരു ചെറിയ വീടാണെന്ന് കരുതിക്കൊണ്ടാ മതി. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? കഴിക്കുന്നേ മതി. കഴിക്കുന്നേ. അയ്യോ മതി മതി രോഹിണി മതി. ഈ ദോശ എല്ലാം കൂടെ കഴിച്ചാലേ തടി വെക്കും, അറിയാമല്ലേ? ഒരെണ്ണം കൂടി കഴിക്കൂ ഉണ്ണിയേട്ടാ. ആ
രോഹിണി, എനിക്ക് രോഹിണിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. രോഹിണിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളാ. എന്തൊക്കെയാ വാങ്ങേണ്ടത് ആലീസേ? അയ്യോ, ഇത്രയൊക്കെ വാങ്ങണം. എന്നിട്ട് ഒരു ലോറി ബുക്ക് ചെയ്യണം. ജോർജ് ഡോക്ടർ അല്ലേ? അല്ല, ആര് ഉണ്ണിയോ? താനെന്താണോ ഇവിടെ? ഞാനിപ്പോ ഫാമിലി ആയിട്ട് ഇവിടെ. ഡോക്ടർ ഇവിടെ ആണെന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അല്ല, താൻ ഈ കല്യാണമൊക്കെ കഴിക്കുമ്പോഴേ 4 പേരെ അറിയിക്കുക എന്നൊരു മര്യാദയൊക്കെ ഇല്ലേ? താനൊന്നും കാണിക്കാറുണ്ട് എന്താ? അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വേണ്ടി വന്നു. എന്താ വല്ലയിടത്തുനിന്ന് അടിച്ചോണ്ട് പോകുന്നതാണോ? ഏയ് അല്ല. ആ ആലിസേ, ആലിസിന് ഉണ്ണിയെ പരിചയമില്ലേ? ഞാൻ പറയാറില്ലേ ഒരു കൃഷ്ണൻ നായരെ പറ്റി? അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആണ്. നമസ്കാരം. ഇപ്പൊ വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്. മോടെ പേരെന്താ? ശരി മോളെ. മോളെ വേണ്ട വേണ്ട, ഉറങ്ങിക്കോട്ടെ. അല്ല ആലിസേ, ഉണ്ണി നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് ഉണ്ണിയുടെ വീട് വരെ ഒന്ന് പോകണ്ടേ? ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. ശരി. രോഹിണി, താഴെ ഡോക്ടർ ജോർജും ഫാമിലിയും വന്നിട്ടുണ്ട് രോഹിണിയെ പരിചയപ്പെടാൻ. ദൈവത്തെ ഓർത്ത് അവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. നമ്മൾ മാത്രമുള്ളപ്പോ എങ്ങനെയൊക്കെ ആയാലും അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. പ്ലീസ് രോഹിണി, ഒന്ന് താഴേക്ക് വരും. ശരി.
നമസ്കാരം. 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 ഇരിക്കും ഡോക്ടർ, ഇരിക്കും. ഞാൻ വിചാരിച്ച പോലെ അല്ല മിടുക്കൻ. ഉണ്ണിയുടെ സെലക്ഷൻ അസല് അല്ലേ ആലിസേ? റിയലി? പേരെന്താ? രോഹിണി. രോഹിണി പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ? ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരൂ. കുട്ടി, മുടി മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു ചെയ്യരുത്. കണ്ണിന്റെ മുകളിലുള്ള നെർവ്സിന് ഭയങ്കര സ്ട്രെയിൻ ആവും. തലവേദന വരാൻ മറ്റൊന്നും വേണ്ട. അതൊക്കെ എവിടെ വച്ചേക്കൂ, താഴോട്ട് പൊട്ടിക്കണ്ട. ശരൺ, ഇവിടെ വരൂ. ഇവിടെ വന്നിരിക്കും. അല്ല, ഞങ്ങൾ കുറച്ച് ഗസ്റ്റ് വീട്ടിൽ വന്നാൽ വലിയ ഗമിക്കൊന്നും ഒപ്പം ഇരുന്നാ മതിയോ? ആതിഥ്യ മര്യാദ എന്നൊന്നില്ലേ? ചായ വേണോ, കാപ്പി വേണോ, കൂൾ ഡ്രിങ്ക്സ് വേണോ എന്നൊക്കെ ചോദിക്കാം. ഏതായാലും ആ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ചായ മതി, കടുപ്പത്തിൽ. ഒന്ന് വിത്തൗട്ട്. വേണമെങ്കിൽ സെർവന്റിനെ വിളിച്ചു പറയൂ. ഡോക്ടർക്കൊന്നും തോന്നരുത്, അവള് ഒരു പ്രത്യേക ടൈപ്പാ. ചായ ഇപ്പൊ വരുത്താം. അയ്യോ വേണ്ട, നമ്മളിപ്പോ കുറച്ചു മുമ്പ് കുടിച്ചതല്ലേ ഉള്ളൂ. ശരിയാണ്, ഞാനതൊക്കെ മറന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഡോക്ടർ ഒന്നും വിചാരിക്കരുത്. ഏയ് നെവർ. ഐ കൻ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഈ ജീവിതത്തില് പറ്റിയ പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും റിമോട്ട് ചാൻസ് ആണ്. കിട്ടുന്നിടവുമായി ഇണങ്ങി പോകാൻ ശ്രമിക്കുക. ഈ കൊച്ചു ജീവിതത്തില് അത്രയൊക്കെ പറ്റൂ ഉണ്ണി. വരട്ടെ നമ്മളെ. നീ ഇത് എന്ത് ഭാവിച്ചുള്ള തുടക്കമാണ്? നേരത്തെ ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞാണ് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്, ഇൻസൾട്ട് ചെയ്യരുത്. എന്നിട്ട് അവസാനം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവരുടെ മുൻപിൽ ഭാര്യയെ അനുസരിപ്പിക്കുന്ന ഭർത്താവാകാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾ. ചായ കൊണ്ടുവരൂ, കാപ്പി കൊണ്ടുവരൂ എന്നൊക്കെ ആജ്ഞാപിക്കാൻ ഞാനെന്താ നിങ്ങളുടെ സർവന്റ് ആണോ? പക്ഷെ രോഹിണി, അറ്റ്ലീസ്റ്റ് നീ എന്റെ ഭാര്യയല്ലേ? സോ വാട്ട്? എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. അനുസരിപ്പിക്കാനും ഭരിക്കാനും വരാൻ പാടില്ലെന്ന്. ഐ വിൽ നോട്ട് ടോളറേറ്റ് ഇറ്റ്.